കുക്കിംഗ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ബോയിൽഡ് എഗ് സാൻഡ്വിച്ച്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഈ ബോയിൽഡ് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് 4 പുഴുങ്ങിയ മുട്ടയാണ്. അതിനെ ആദ്യം ഉണ്ണി ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഉണ്ണിയെല്ലാം കൂടെ ആദ്യം ഈ ബോളിലേക്ക് ഇടാം. ഈ വൈറ്റ്സ് എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്യാം. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഈ മുട്ടയുടെ ഉണ്ണി ഒന്ന് ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മയണൈസ് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചാണ് എടുത്തേക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്യാം. മയണൈസിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. എഗ്ലെസ്സും ചെയ്തിട്ടുണ്ട്, എഗ്ഗുള്ള മയണൈസിൻ്റെയും ചെയ്തിട്ടുണ്ട്. ഈ മുട്ടയുടെ ഉണ്ണിയും 2 ടേബിൾ സ്പൂൺ ഹീപ്ഡായിട്ടാണ് മയണൈസ് എടുത്തേക്കുന്നത്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പെപ്പർ, കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. ഒരു സെലറിയുടെ തണ്ട്, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കാണും ചോപ്പ് ചെയ്തത്, അത് ചേർക്കാം. ഒരു സവോള, ചെറിയ സവോള ചോപ്പ് ചെയ്തത്. ക്യാരറ്റ് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയതാണ്, ചെറിയ ചെറിയ പീസസ് ആക്കി അതോടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഉണ്ണി ഒന്ന് ക്രീം ചെയ്യേണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉണ്ണി സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ചേർത്തത്. ഇനി ഇതിനകത്തേക്ക് എഗ് വൈറ്റും കൂടെ ചേർക്കാം. മുട്ടയുടെ വെള്ള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതോടെ ചേർക്കാം. ഇത് ലെറ്റ്യൂസിനകത്ത് വെച്ച് സാലഡായിട്ട് സെർവ് ചെയ്യാൻ നല്ലതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം. അത് ക്യാബേജ് ചേർക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മയണൈസും കൂടെ ചേർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ ചോപ്പ് ചെയ്ത് ചേർക്കാം. സ്പ്രിംഗ് അണിയൻ എപ്പോഴും നമ്മൾ പുഴുങ്ങിയ മുട്ടയോടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു മയണൈസും കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ 2 പോർഷൻ, ഈ വൈറ്റ് പോർഷനും ഇടും, മറ്റേതും എടുക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ മയണൈസിനകത്ത് ഉപ്പ് ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പൊടിക്ക് ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ചും കൂടെ എരിവ് വേണമെന്ന് തോന്നി. ചില്ലി ഫ്ലേക്സ് കുറച്ചും കൂടെ ചേർക്കാം. സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് റെഡിയാണ്. നമുക്കിനിയും സാൻഡ്വിച്ച് ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന സാൻഡ്വിച്ച് ബ്രെഡാണ്. ചെറിയൊരളവാണ് ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം ബട്ടർ തേക്കാം, അല്ലെങ്കിൽ ഇച്ചിരി മയണൈസ് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഐസ്ബർഗ് ലെറ്റ്യൂസ് ആണ്. ഐസ്ബർഗ് ലെറ്റ്യൂസ് തന്നെ വേണമെന്നില്ല. സാധാരണ ലെറ്റ്യൂസ് ആണെങ്കിൽ നല്ലതാണ്. കേളി ലീഫ് ലെറ്റ്യൂസ് ഒക്കെ കിട്ടുവാണെങ്കിൽ. ലെറ്റ്യൂസ് ഇല്ല എങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് വേണമെങ്കിലും ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് ലെറ്റ്യൂസ് വെക്കുമ്പോൾ ഒരു ചെറിയൊരു ക്രഞ്ചും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഫില്ലിംഗ് നന്നായിട്ട് വെക്കാം.
ഇതൊരു 4 സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ഉണ്ട്. 4 മുട്ട വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ 4 സാൻഡ്വിച്ചിനുള്ളത് കിട്ടും. പക്ഷെ നല്ല തിക്കായിട്ട് ഫില്ലിംഗ് കൊടുത്തു. അടുത്ത ലെയറിൽ ഇതുപോലെ, ഇത് മയണൈസ് വെക്കണം നിർബന്ധമില്ല. ഇത് വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാം, അല്ല ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം. അടുത്ത സാൻഡ്വിച്ചിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫില്ലിംഗ് മാത്രം വെച്ചിട്ടാണല്ലോ ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ സാലഡ് ക്യൂക്കുംബർ അരിഞ്ഞ് വെക്കാം, ടൊമാറ്റോസ് അരിഞ്ഞ് വെക്കാം, അങ്ങനെ ചേഞ്ചസ് വരുത്താം. നമുക്കൊന്ന് സ്ലൈസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫില്ലിങ്, നല്ല ടേസ്റ്റി ഫില്ലിങ്ങാണ്. പുഴുങ്ങിയ മുട്ട ബാക്കി വരുമ്പോൾ മയണൈസ് നമ്മുടെ കയ്യിലുള്ളപ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ബോയിൽഡ് എഗ് സാൻഡ്വിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ സാൻഡ്വിച്ചായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലെറ്റ്യൂസിൻ്റെ ലീഫിനകത്ത് നമുക്ക് സാലഡ് പോലെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.